10 അധ്യായം. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാണിത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫത്തിന് പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ എസ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, തർഷീഷ്, കിത്തി, യോദാനി. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലംകുലമായും തിരിഞ്ഞു. ഹാമിൻ്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂഷിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തക. രമയുടെ പുത്രന്മാർ ഷെബയും ദദാനും. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യപേരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പറഞ്ഞുള്ളായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാബ്, കൽനെ എന്നിവ ആയിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ട നിനവേ, രഹബോത്ത് പട്ടണം, കാലഹ്. നിനവേക്കും കാലഹിനും മധ്യ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രയീമോ, ലൂദീം, അനാമീം, ലഹാബീം, നഹ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്തർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദിയാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീനിയൻ, അർവാദ്യൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാനി വംശങ്ങൾ പറഞ്ഞു. കനാനിയുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും സോദോമും ഗൊമോരയും ആദ്മായും സെബോയിമും വഴിയായി ലാശ് വരെയുമായിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. ഏബൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പഷാദ്, ലൂദ്, അരാം. രാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേദർ, മഷ്. അർപ്പഷാദ് ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹ് ഏബനെ ജനിപ്പിച്ചു. ഏബന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തിന് പേലഗ് എന്ന പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്ന പേർ. യൊക്താനോ അൽമോദാർ, ശാലെഫ്, ഹസർ, മാവത്ത്, യാരഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബീമയേൽ, ഷെബ, ഒഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താൻ്റെ പുത്രന്മാരായിരുന്നു. ഇവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സഫാർ വരെയായിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. ഇവരിൽ നിന്നായിരുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്.